ഈ ഗവർണർക്ക് ഇത് എന്ത് പറ്റി? എപ്പോഴും പിണക്കം, എല്ലാരോടും പിണക്കം. പണ്ട് ഭരണപക്ഷത്തുള്ളവരോടായിരുന്നു കലിപ്പെങ്കിൽ ഇപ്പൊ ഭരണപക്ഷത്തോടും മിണ്ടില്ല, പ്രതിപക്ഷത്തോടും മിണ്ടില്ല. എന്താണ് പ്രശ്നം? ഒന്നുമേ പുരിയില്ലേ? ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. സർക്കാരായിട്ട് അടഞ്ഞു നിൽക്കാണല്ലോ, അതുകൊണ്ട് പുള്ളിയുടെ വരവും പോക്കെ എങ്ങനെയാവുന്ന് എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരിക്കായിരുന്നു. അങ്ങനെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ സഭയിലേക്ക് എത്തുന്നു. അതാ ആ ദൃശ്യങ്ങളിലേക്കൊന്ന് നോക്കൂ. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പിണക്കത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. മുഖ്യമന്ത്രി കൊടുത്ത ബൊക്കെ ഗവർണർ വാങ്ങിയെങ്കിലും പരസ്പരം മുഖത്തേക്ക് നോക്കാനോ ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കാനോ പോലും രണ്ടാളും തയ്യാറായില്ല. അന്ന് KB ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ രണ്ടാളും മുഖം കൊടുക്കാതെ പിണങ്ങി മുഖം തിരിച്ചിരുന്നില്ലേ? അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചിട്ടും ഇല്ല എന്നാണ് ഗവർണറുടെ ബോഡി ലാംഗ്വേജ് കണ്ടാ തോന്നുന്നത്. താമരയും സൂര്യനും തമ്മിലിന്നും മൗനമോ, എരിയും ചെമ്മിഴിയിൽ നൊമ്പരമോ വിരഹമോ. എന്നാലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കണ്ടപ്പാണ് എല്ലാരും ഞെട്ടിയത്. 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് ആള് പണി നിർത്തി പൊടി നെട്ടിപ്പോയി. എന്താ ഇവിടെ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്നെന്താ വിഷുവാന്ന് ചോദിക്കണ പോലെ കിളി പോയി നിൽക്കായിരുന്നു നമ്മുടെ സ്പീക്കർ. വരുന്നു, വായിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഒന്നും മനസ്സിലാവാതെ സഭയിലുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ഗവർണർ വരുന്നത് കണ്ടു, വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു. പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ഇവിടെ തിരിഞ്ഞോരും നോക്കിയില്ല, ഒറ്റ പോക്ക. അപ്പോൾ ഇന്നിപ്പോൾ ആകെ കൂടി എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു. അത് വാസ്തവത്തിൽ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായിപ്പോയി. ഞങ്ങളുടെ ഗവർണർ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കും, ചിലപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ഒന്നും നോക്കാണ്ട് റോഡിൽ ഇറങ്ങി നടക്കും, ഹൽവ കടയിൽ കയറി ഹൽവ കടക്കാരനെ കൊണ്ട് മുറിപ്പിച്ച് വായിൽ വെപ്പിക്കും, ചിലപ്പോൾ അത് ഇതുപോലെ ആരെയും മൈൻഡാക്കാണ്ട് ഒറ്റ പോക്ക് പോകും. എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഞാൻ തെക്കിനിയിലെത്തിയത്. അവിടെ വെച്ച് ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. എവിടെ വെച്ച് എങ്ങനെ ഈ രോഗം ഉടലെടുത്തു? സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ്, അമാനുഷികമായ കഴിവുകൾ. 2 മിനിറ്റിൽ താഴെ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിട്ടുള്ളെങ്കിലും അതിന്റെ ഇടയിൽ എന്റെ സർക്കാർ എന്ന് പറയാതിരിക്കാൻ ഗവർണർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു മൈ ഗവൺമെന്റ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളായിരുന്നില്ലേ ഗവർണർ? If anybody is expecting that I am going to speak against the government, I am not going to speak against the government. This is my government. Yes, I had a viewpoint. I have a duty to see that the business of the government is transacted in accordance with the Constitution and the law. And the points which I had raised have been upheld by the Honorable Supreme Court. Has it been or not? It has been. So issue is over. Now the other issue is you are asking me about don't expect that I am going to continue my opposition. No, this government is doing wonderful work in so many areas. എന്നാലും നയപ്രഖ്യാപനത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് ഗവർണർ അപ്പം തന്നെ ഇറങ്ങി പോകാൻ കാരണം എന്തായിരിക്കും? അസാധാരണ സാഹചര്യത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉള്ളവരാണ് സാധാരണഗതിയിൽ ഇങ്ങനെ 2 വരി വായിച്ച് അവസാനിപ്പിക്കുന്നത്. ചിലപ്പോൾ ഗവർണർക്ക് അങ്ങനെ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ആരോഗ്യ പ്രശ്നമുള്ളവരാണ് സാധാരണയിൽ ഇങ്ങനെ ചെയ്യാറുള്ള ഗുരുതരമായി. ഗവർണർക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അങ്ങനെ ഒരു അവകാശം ഉണ്ടെങ്കിലും ഇത്രയും ശാന്തമായിട്ടുള്ള സഭയിൽ മറ്റൊരു
പ്രശ്നങ്ങളില്ലായിരുന്ന അവസരത്തിൽ ആ പ്രസംഗം മുഴുവൻ വായിക്കേണ്ടതായിരുന്നു. ഞങ്ങളോടൊന്നും ചോദിക്കില്ലേ, ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്നാണ് ഭരണപക്ഷത്തുള്ളവരൊക്കെ പറയണത്. ഗവർണർക്ക് എന്തോ അസുഖമാണെന്ന് തോന്നുന്നു. വയ്യാണ്ടാവുമ്പോൾ നമ്മൾ മുഴുവനും വായിപ്പിക്കണത് ശരിയല്ലല്ലോ. അല്ല, കരട് മുഴുവൻ തയ്യാറാക്കി അത് ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണർക്ക് അങ്ങനെ നടപടി ചെയ്യാൻ അവകാശം. അതിനപ്പുറം ഒന്നും കാണുന്നില്ല. ഇല്ലില്ല, പൊളിറ്റിക്കലായിട്ട് ഇല്ലില്ല, ആവശ്യം. ഗവർണർ എന്താണ് ഇങ്ങനൊരു നിലപാടെടുത്തെന്ന് ചോദിക്കുമ്പോഴേക്കും മന്ത്രിമാരൊക്കെ ഗവർണർക്ക് വയ്യാത്തോണ്ടാവും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറായിരുന്നു. സംഭവം വേറൊന്നല്ല, ഇനി ഗവർണറായിട്ട് ഒരു ഏറ്റുമുട്ടൽ വേണ്ടാന്ന് LDF തീരുമാനിച്ചു, അത്ര തന്നെ. അതായത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണറായിട്ടുള്ള എല്ലാ വിവാദവും ഇനി പതുക്കെ പതുക്കെ കെടുത്താൻ പോവാണ്. സർക്കാർ മുട്ടുമടക്കുന്നതാണോ അതോ സർക്കാരിൻ്റെ ഒരു ട്രിക്കാണോ എന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഗവർണറുടെ നടപടി ഗവർണർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. 136 ഖണ്ഡികളിലായി സർക്കാരിന്റെ നയം അദ്ദേഹം മേശപ്പുറത്ത് വെച്ചതോടുകൂടി സഭയ്ക്ക് മുമ്പാകെ, കേരളത്തിന് മുമ്പാകെയുള്ള അവതരണമായി. സാധാരണ നിലയിൽ വായിക്കേണ്ടതാണ് ഒരു പൊതുവായ മര്യാദ. സംസ്ഥാനത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വല്ല അസുഖമോ പ്രശ്നമോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വായിക്കാതിരിക്കുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വല്ല പ്രശ്നമാണോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാകും. എന്തായാലും നിയമസഭയുടെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ നയം ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭയുടെ മുമ്പാകെ വെച്ച് കഴിഞ്ഞു. ഇതിപ്പോ ഗവർണർ മിണ്ടാതെ പോയതിൽ ശരിക്കും ടെസ്പാ ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമല്ല, സുരേന്ദ്രൻജിയാണ്. പണ്ട് മൈക്ക് കണ്ട അപ്പൊ തന്നെ ചാടി വീണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്ന ഗവർണർ സർക്കാരിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ. സാരമില്ല, അതിനെ വെച്ച് മാർക്കറ്റ് ചെയ്യാനും ഞങ്ങളുടെ സുരേന്ദ്രൻജിക്ക് കഴിവുകളുണ്ട്, കുഴപ്പമില്ല. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അതൃപ്തി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖത്തേറ്റ വലിയൊരു തിരിച്ചടിയാണ്. സംസ്ഥാന ഗവൺമെൻറ് അനാവശ്യമായി കേരളത്തിലെ പ്രതിസന്ധികൾക്ക് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാൻ, തെറ്റായ രാഷ്ട്രീയ പ്രചരണം നടത്താൻ നിയമസഭയെ ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണത്. നിലവിലിപ്പോൾ മൗനം തന്നെ പടവാളാക്കാണ് ഗവർണറും സർക്കാരും. നേരിട്ട് കണ്ട പരസ്പരം നോക്കുപോലും ചെയ്യാതെ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്യാണ്. ഇതിലിപ്പോൾ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണാവോ? ഗവർണറുടെ കയ്യിൽ ഇനിയും പല പല അടവ് നയങ്ങൾ ഉണ്ടോ എന്തോ. ഗവർണറുടെ നയങ്ങൾ സർക്കാർ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെയല്ലേ ഗവർണർജി? എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.